ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്ന മൊബൈൽ ഹാക്കിംഗ് സീരീസിൻ്റെ എപ്പിസോഡ് 1 ആയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടെർമിക്സ് ഇൻസ്റ്റാൾ ആക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ആക്കാൻ പാടില്ല. പ്ലേ സ്റ്റോർ ഓൾഡ് വെർഷൻ ആയിരിക്കും. നമ്മൾ ക്രോമിൽ നിന്ന് പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ആക്കണം. അതുകൊണ്ട് ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിത് ആദ്യം തൊട്ടാണ് പറയുന്നത്. കമാൻഡ്സ്, ബേസിക് കമാൻഡ്സ് തൊട്ടാണ് പറയുന്നത്. ഇതൊക്കെ അറിയാവുന്ന ആൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വീഡിയോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ടൂൾസിൻ്റെ ഇൻസ്റ്റാളേഷൻ വരും. ഈ സാധനം നമ്മൾ ബേസിക് കമാൻഡായിട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ ടെർമിക്സ് സെറ്റപ്പ് സ്റ്റോറേജ് ആണ്. ടെർമിക്സ് സെറ്റപ്പ് സ്റ്റോറേജ് കൊടുത്താൽ നമുക്ക് മീഡിയോട്ടൊക്കെ ആക്സസ് പോകും. അത് കുഴപ്പമൊന്നുമില്ല. ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ടെർമിക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോറേജ് കൊടുത്താൽ ടെർമിക്സിൽ നമുക്ക് ഇൻസ്റ്റാൾ ആക്കാൻ ടൂളൊക്കെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സംഭവം തന്നെ പോകും. അത് അലാവ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആമെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ടെർമിക്സ് യൂസർ നെയിം കിട്ടും. ആമെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബേസിക് കമാൻഡ്സും ഞാനിപ്പോൾ ഇത് പറയുന്നതെല്ലാം PDF ആയിട്ട് താഴെ കൊടുക്കാൻ പറ്റും. നോക്കാം, നിങ്ങൾ അത് കയറി നോക്കിയാലും മതി. ആമൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്. ഇതിപ്പോൾ എൻ്റെ യൂസർ നെയിം, ഇതെനിക്ക് കിട്ടും. ഇത് ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്, ബേസിക് കമാൻഡ്സ്. പിന്നെ കുറേ അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുക. അറിയാത്ത ആൾക്കാർ കാണുക. അതിന് തൊട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊന്നും മനസ്സിലാത്ത കേസ് അതിൻ്റെ ക്ലിയർ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേജ് മൊത്തം ക്ലിയർ ആയിട്ട് ഒരു ക്ലീൻ പേജ് കിട്ടും. ഇതുപോലെ നല്ലൊരു ക്ലീൻ പേജ് കിട്ടും. ക്ലിയർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ ടൂളൊക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ക്ലിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്ലീൻ പേജ് കിട്ടും. പിന്നെ കൊടുക്കേണ്ടതാണ് എക്സിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബാക്ക് പോവും. ആയിട്ട് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ആകും. നമ്മൾ ഇതിനകത്ത് പിന്നെ കയറുമ്പം പിന്നെ പറയാനുള്ളതാണ് നമ്പർ 2 പറയുകയാണെങ്കിൽ പാക്കേജ് മാനേജ്മെൻറ്റാണ് കുറച്ച് പറയാനുള്ളത്. നമ്മൾ ആദ്യം പാക്കേജ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. PKG അപ്ഡേറ്റ്, PKG അപ്ഗ്രേഡ് ഇതെല്ലാം ചെയ്ത് വെക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ PKG അപ്ഡേറ്റും PKG അപ്ഗ്രേഡും ചെയ്യാം. അപ്ഗ്രേഡും വരെ മാത്രം ചെയ്താൽ മതി. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ PKG അപ്ഗ്രേഡേഴ്സ് ആവണേ കുറച്ച് ടൈം എടുക്കും. ഞാനിതൊരു കുറച്ച് സ്പീഡിൽ വിടാം. അത് കഴിഞ്ഞിട്ട് വരുന്ന പാക്ക് മാനേജ്മെൻറ്റിലൊരു കമാൻഡാണ് PKG അൺഇൻസ്റ്റാൾ കൊടുത്തിട്ട് അവിടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആക്കിയ പാക്കേജിലേക്ക് ജിറ്റ് ക്ലോൺ പൈത്തൺ അവിടെ പേര് കൊടുത്താൽ മതി. അത് അൺഇൻസ്റ്റാൾ ആയിക്കോളും. ആ പാക്കേജ് ജിറ്റ് ക്ലോണും പൈത്തണും. ഇതിനകത്ത് ഇതല്ല കുറേ പാക്കേജസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ PKG ലിസ്റ്റ് ഒരു ഐഫോൺ ഇട്ടിട്ട് ഇൻസ്റ്റാൾഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജസും പിന്നെ ടെർമിക്സ് നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കുമ്പം അവർ തന്നെ ഇൻസ്റ്റാൾഡ് ആയിട്ട് തരുന്ന കുറേ പാക്കേജസിനകത്ത് കാണാം. ഇതിപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും പിന്നെ ബാക്കി മൊത്തം നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഉള്ളതാണ്. ടെർമിക്സ് ഇൻസ്റ്റാൾ ആക്കാൻ തന്നെ ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടും. ബാഷ്, APT ഇതൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും ഇതിനകത്ത്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ബേസിക്സ് ഇൻസ്റ്റാളേഷനാണ്. പൈത്തൺ, നോഡ്, ജാവാസ്ക്രിപ്റ്റും നോഡ് ഏകദേശം സെയിമാണ്. ആ സംഭവമൊക്കെ ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തതാണ് ഡയറക്ടറി ആൻഡ് ഫയൽ മാനേജ്മെൻറ്റ്. നമുക്കിപ്പോൾ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് MKDIR കൊടുത്തിട്ട് നമുക്കൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വരും. MKDIR കൊടുത്തിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡയറക്ടറി ക്രിയേറ്റ് ആയി വരും. ആ ഡയറക്ടറിനകത്ത് നമുക്ക് വേണ്ടി ഫയൽസ് എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഇപ്പോൾ LS അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് ആക്കർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണാം. അതിനകത്ത് വൈറ്റ് ആക്കർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഉണ്ടോ, വൈറ്റ് ആക്കർ എന്ന് പറഞ്ഞ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ഡൗൺലോഡ്സ്, സ്റ്റോറേജ്, വൈറ്റ് ആക്കർസ് ഇതുണ്ടോ, അതിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് കൊടുത്തിട്ട് നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ CD കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ആക്കർ ഇതിനകത്തോട്ട് ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് CD കൊടുത്തിട്ട് ആ ടൂളിൻ്റെ പേര് കൊടുത്തിട്ട് ടൂളിനകത്ത് കയറാൻ പറ്റും. പിന്നെ ടൂൾ റൺ ചെയ്യണമെങ്കിൽ അത് വേറെ സ്റ്റെപ്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ടൂൾ റൺ ചെയ്യാനുള്ള സ്റ്റെപ്സൊക്കെ. അതുകൊണ്ട് CD അടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡയറക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ടൂളിൽ നിന്നോ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. CD അടിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ എക്സിറ്റ് ചെയ്തുണ്ടോ, ആ ഡയറക്ടറിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നമുക്ക് പഴയ ഇതിനോട്ട് വന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ടച്ചാണ്. ടച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡയറക്ടറി അല്ല, ഫയൽ ക്രിയേറ്റ് ആവും. ടച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പം ആക്കർന്ന് കൊടുക്കാം. അപ്പം ഒരു ഫയൽ ക്രിയേറ്റ് ആകും. കണ്ടോ, LS അടിക്കുമ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ആയി. വൈറ്റ് ആക്കർ നമ്മൾ നേരത്തെ ഒരു ക്രിയേറ്റ് ചെയ്തൊരു ഫയലാണ്. ഈ ബ്ലൂ നിറത്തിൽ കാണാത്ത 2 ഫയൽസാണ്. മറ്റേത് 3 ഡയറക്ടറിയാണ്. സ്റ്റോറേജും വൈറ്റ് ആക്കറും ഡൗൺലോഡ്സൊക്കെ ഡയറക്ടറിയാണ്.
പിന്നെ നമുക്കിപ്പം RM കൊടുത്തിട്ട് ആക്കർ എന്ന ഫയലിൽ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പം അൺഇൻസ്റ്റാൾ ആയി കാണും, അത് റിമൂവ് ആയി കാണും ഇതിനകത്ത്. അത് RM കൊടുത്ത ഫയൽസിനാണ്. RM കൊടുത്തു കഴിഞ്ഞാൽ ഫയൽസിനാണ്. പിന്നെ നമുക്ക് ഡയറക്ടറി എങ്ങനെ ഡിലീറ്റ് ആക്കാനുള്ളതാണ്. RM കൊടുത്തിട്ട് സ്പേസ് ഇട്ടിട്ട് -, കൊടുത്തിട്ട് RF കൊടുക്കണം. പിന്നെ ആ ഡയറക്ടറിയുടെ നെയിം കോപ്പി ചെയ്തിട്ട് അടിച്ചാൽ മതി. അത് റിമൂവ് ആയിട്ട് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട് സംഭവം. എല്ലാം അടിച്ചിപ്പോൾ ഇല്ല, ഒരു ഫയൽ മാത്രം വൈറ്റ് ആക്കർ, അത് മാത്രമേ ഉള്ളൂ. മറ്റേ ഡയറക്ടറി ഇൻസ്റ്റാൾ ആക്കാൻ RMF - കൊടുത്തിട്ട് RF ഇത് കൊടുക്കണം ഡയറക്ടറി ഇൻസ്റ്റാൾ ആക്കാൻ. ഇപ്പോൾ നമ്മൾ RM കൊടുത്തു, അത് ഫയൽസ് വൈറ്റ് ആക്കർ, അത് ഫയൽ പോകാൻ RM കൊടുക്കണം. ഡയറക്ടറി ഇൻസ്റ്റാൾ ആക്കാൻ RM സ്പേസ് -RF കൊടുക്കണം. അത് കൊടുത്താലേ ഡിലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ആ ഡോളറിൻ്റെ CD കൊടുത്തിട്ട് ഡോളറിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓം എന്ന് കൊടുക്കണം. മൊത്തം ക്യാപിറ്റൽ ലെറ്റർ ആയിക്കണം ഓം കൊടുക്കേണ്ട. നമ്മൾ എല്ലാത്തിനും ഇപ്പോൾ ടൂളൊക്കെ ഇതായിട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം ബാക്ക് ഓം ഇട്ട് വരും. CD കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ ഒരു ടൂളിൽ കയറിയിട്ട് വേറൊരു ടൂളിൽ കയറി, അപ്പം നമ്മൾ CD കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൂളിൽ നിന്ന് പോയിട്ട് മറ്റേ ടൂളിൽ ഇട്ട് പോകും. പക്ഷേ CD ഈ ഡോളർ സൈഡിൽ നിന്ന് കോപ്പി ഇട്ട് ഓം അടിച്ചാൽ മതി. അതാണ് ഡയറക്റ്റ് ഓം ഇട്ട് നോക്കുള്ളൂ. എല്ലാ ടൂളിൽ നിന്നും ഇതായിട്ട് ഓം ഇട്ട് പോകും. പിന്നെ പറയാനുള്ളതാണ്, പിന്നെ ഇത് ക്ലിയർ ആക്കിയിട്ട് നേരത്തെ പറഞ്ഞത് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലീൻ പേജ് കിട്ടും. ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലീൻ പേജ് കിട്ടും. അതാണ് ബേസിക്സ്. പിന്നെ നമ്മൾ ഫയൽ റണ്ണിങ് കമാൻഡ്സ് ആണ് പറയുന്നത്. ലൈക്ക് ബാഷ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് CD കൊടുത്തിട്ട് ഒരു ഡയറക്ടറിലോട്ട് കയറിയിട്ട് ആ ഫയൽ അതിനകത്തുള്ള ഫയൽസ് റണ്ണാക്കണമെങ്കിൽ ചിലപ്പം പലതും ബാഷ് ആയിരിക്കും. .bash എന്നിട്ട് നമുക്ക് ബാഷ് അതിൻ്റെ പേര് കൊടുത്തിട്ട് അവസാനം .sh കൊടുക്കാൻ പറ്റും. ചിലത് പൈത്തൺ ആണെങ്കിൽ നമുക്ക് പൈത്തൺ കൊടുത്തിട്ട് അതിൻ്റെ പേര് കൊടുക്കുക. പൈത്തൺ കൊടുത്തിട്ട് ആ ടൂളിൻ്റെ പേര് കൊടുത്തിട്ട് .py കൊടുത്തതിനോട് ആ പൈത്തൺ ടൂൾ ആണെങ്കിൽ ആ സംഭവം റണ്ണായിക്കോളും. py കൊടുത്താൽ മതി. CD കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മൾ പൈത്തൺ കൊടുത്തിട്ട് py കൊടുത്താൽ മതി. ഞാനതൊരു ടൂളൊക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ട് എനിക്ക് പറഞ്ഞുതരാം, എന്നാലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ ഇത്. പിന്നെ നോഡാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റാണ്. ഈ പൈത്തണും ബാഷുമാണ് കൂടുതൽ വരുന്നത്. മിക്ക ടൂൾസിനും പൈത്തണും ബാഷും ആയിരിക്കും. നോഡ്, ജാവാസ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒക്കെ ടൂൾസിലേ വരത്തുള്ളൂ. നോഡ് കൊടുത്തിട്ട് അവസാനം .hs കൊടുക്കണം. ഇപ്പോൾ ഒരു നോഡ് കൊടുത്തിട്ട് ഒരു ടൂളിൻ്റെ നെയിം കൊടുത്തിട്ട് അവസാനം .hs കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൂൾ ഇൻസ്റ്റാളേഷനാവും, ഫയൽ റണ്ണാവും. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ നോഡ് സംഭവം ഇൻസ്റ്റാൾഡ് അല്ല, അത് നോഡ് പലതും ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. പിന്നെയാണ് നെറ്റ്വർക്കിങ്. നമ്മൾ വിഡ്ജറ്റ് കൊടുത്തിട്ട് നമുക്കിപ്പോൾ കുറേ കമാൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. മീൻസ് ഈ PKG അപ്ഡേറ്റ്, PKG അപ്ഗ്രേഡ്, APT അപ്ഗ്രേഡ് എല്ലാം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ചില ടൂളിനകത്ത് ലിങ്ക് വരും. എന്നിട്ട് ഈ വിഡ്ജറ്റ് കൊടുത്തിട്ട് ഈ ലിങ്ക് കൊടുക്കാൻ പറയും. എല്ലാം ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആയിക്കോളും. നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കമാൻഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇൻസ്റ്റാൾ ജിറ്റ് ക്ലോണ്, പിന്നെ ജിറ്റ് ക്ലോണ് ലിങ്ക്, അങ്ങനെ നമുക്കപ്പം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് വിഡ്ജറ്റ് അടിച്ചിട്ട് ഒരു ലിങ്ക് വരും, ആ ലിങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എല്ലാം ഇൻസ്റ്റാൾ ആയിക്കോളും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാളേഷൻ, നോഡ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബേസിക് കമാൻഡ്സ് ഒക്കെ നോക്കിയിട്ട് അടുത്ത് നമ്മൾ ടൂൾ ഇൻസ്റ്റാളേഷൻ വരും. പല ടൂളും ഇൻസ്റ്റാളേഷൻ വരും. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് ഫോണിന് കുറച്ച് സ്റ്റോറേജ് വേണം. ചിലതൊക്കെ 1 GB പോവും, ചിലത് മറ്റേ ഇത് പേലോഡൊക്കെ ഇൻസ്റ്റാൾ ആക്കണമെങ്കിൽ ചിലപ്പോൾ 1 GB ഒക്കെ സ്റ്റോറേജ് പോകും. നെറ്റൊക്കെ ചിലപ്പം ഒരു 500-400 MB ഒക്കെയാണ് മൊത്തം ഇൻസ്റ്റാളേഷൻ വരാൻ. എന്നാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പല ടൂളും. ഇഷ്ടമുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കാണും. നമ്മൾ അപ്പോൾ വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടും. ബൈ ബൈ ഗൈസ്.